ഇന്ന് നമുക്ക് തന്റെ കാണാതായ ചേട്ടനെ അന്വേഷിച്ച് കൂട്ടുകാരോടൊപ്പം ഇറങ്ങുന്ന അനുജന്റെ കഥ പറയുന്ന ബ്രൊമാൻസ് എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ബിൻഡോയും കൂട്ടരും കൂർഗിൽ ന്യൂ ഇയർ ആഘോഷിക്കുന്നതാണ്. ആഘോഷമൊക്കെ നടക്കുന്നതിനിടയ്ക്ക് വെച്ച് ഒരു ബോംബ് പൊട്ടുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നു. എല്ലാവരും വിചാരിക്കുന്നത് ആഘോഷമൊക്കെ നടക്കുകയല്ലേ, അതിനിടയിൽ വല്ല പടക്കവും പൊട്ടിയതായിരിക്കുമെന്നായിരുന്നു. പക്ഷേ അതല്ലായിരുന്നു. പേര് കേട്ട ഗുണ്ടയായ ആശിഷ് ബൊപ്പനെ തന്റെ തോക്കെടുത്ത് വെടിവെച്ചതാണ്. മാത്രമല്ല അവിടെ വേറെന്തൊക്കെയോ പ്രശ്നം നടക്കുന്നു. ആശിഷ് ബൊപ്പനെയും കൂട്ടരും കൂടി ആരെയോ തല്ലുകയും പിടിച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം ബിൻഡോ വീഡിയോ എടുക്കുകയാണ്. അതേസമയം തന്നെ അതുവഴി പോയ ഒരാളാണെങ്കിൽ ബിൻഡോയുടെ ഫോൺ തട്ടിയിടും. ബിൻഡോയാണെങ്കിൽ അവനുമായിട്ട് ചെറിയ പ്രശ്നമുണ്ടാകും. അവനാണെങ്കിലോ തിരിച്ച് ബിൻഡോയെ ഓരോ വഴക്കുമൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. അത് കാണുന്ന ബിൻഡോയുടെ കൂട്ടുകാരനായ ബെൽജിൻ ആണെങ്കിൽ, നീ എന്തിനാ അവനുമായിട്ട് പ്രശ്നമുണ്ടാക്കാൻ പോയത്? നിനക്ക് അവരെ ആരെന്നറിയാവോ? കൊടുവന്മാരെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ തന്നെ പേര് കേട്ട ഗുണ്ടാ ടീമുകളാണ്. അവരുമായിട്ടാണ് നീ പ്രശ്നമുണ്ടാക്കാൻ പോയിരിക്കുന്നത് എന്നൊക്കെ ബെൽജിൻ പറയുന്നു. പക്ഷെ അതൊന്നും കേൾക്കുവാനായിട്ട് ബിൻഡോ കൂട്ടാക്കുന്നതേയില്ല. ബിൻഡോയ്ക്കാണെങ്കിൽ താൻ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ ആണെങ്കിൽ എങ്ങനെയെങ്കിലും എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം. അത് തന്നെയാണ് പ്ലാൻ. അങ്ങനെ അവർ രണ്ടാളും അവരുടെ വീട്ടിലെത്തി. ഈ ബിൻഡോയ്ക്കാണെങ്കിൽ കീലേരി അച്ചു എന്ന പേരില് ഒരു ഇൻസ്റ്റഗ്രാം ഐഡി ഉണ്ട്. ഇന്ന് പിടിച്ചു വെച്ചിരിക്കുന്ന വീഡിയോ എല്ലാം അവൻ എഡിറ്റ് ചെയ്ത് ആ ഒരു അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. അതേ സമയത്തായിരുന്നു അവനൊരു മെസ്സേജ് വന്നത്. നീ ബിൻഡോയല്ലേ, ഷിൻഡോയുടെ സഹോദരൻ, നിന്റെ കോണ്ടാക്ട് നമ്പർ തരുമോ എന്നാണ് ചോദിച്ചതും. അത് കേട്ടതും ബിൻഡോയാണെങ്കിൽ തന്റെ നമ്പരും കൊടുത്തു. അപ്പോഴേക്കും ബിൻഡോയ്ക്ക് കോൾ വരും. വിളിച്ചത് ഷെബീർ എന്നൊരാളായിരുന്നു. ഷെബീർ പറയുന്നത്, നിന്റെ ചേട്ടനല്ലേ ഷിൻഡോ? ഞാൻ ഷിൻഡോയുടെ ഫ്രണ്ടാണ്. അവന് 2 ദിവസമായിട്ട് കാണാനില്ല. എത്രയും വേഗം കൊച്ചിയിലേക്ക് വരണമെന്ന് ബിൻഡോയോട് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം തന്നെ കൊച്ചിയിലേക്ക് എത്തുകയാണ് ബിൻഡോ. ബിൻഡോയെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് ഷെബീറും എത്തുന്നുണ്ട്. ഷെബീർ ആണെങ്കിൽ ബിൻഡോയും കൊണ്ട് ഷിൻഡോയുടെ ഫ്ളാറ്റിലേക്കാണ് ചെല്ലുന്നത്. എന്നാൽ ഫ്ളാറ്റ് മുഴുവൻ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഫ്ളാറ്റിന്റെ അവസ്ഥ കണ്ട് ബിൻഡോ പറയുന്നത്, യഥാർത്ഥത്തിൽ അവൻ എന്ത് പറ്റിയതാ? ഒരിക്കലും അവൻ അവന്റെ റൂമും പരിസരവും ഇങ്ങനെ വൃത്തികേടാക്കി ഇടാത്തതാണ് എന്ന് പറയുന്നു. അത് കേട്ട് ഷെബീർ ആണെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത് എന്നുള്ള കാര്യം പറയുകയാണ്. ഷിൻഡോയാണെങ്കിൽ ഷെബീറിനൊപ്പം ഇരുന്ന് മദ്യപിക്കുകയായിരുന്നു. ഷെബീർ മദ്യപിക്കത്തില്ല, അവന് ഹറാമാണ്. മദ്യപിച്ചുകൊണ്ടിരിക്കവേ തന്നെ ഷിൻഡോ പറയുന്നുണ്ട്, എടാ അവൾ എന്നെ തേച്ചടാ, ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചതാ, ആ ഐഷു എന്നെ പറ്റിച്ചടാ എന്നൊക്കെ പറയുന്നു. അത് കേട്ട് ഷെബീർ പറയുന്നത്, ഇത് ഇന്നും ഇന്നലെയുള്ള കാര്യമൊന്നുമല്ലല്ലോ, ഇതിപ്പോൾ എത്രാമത്തെയാ എന്നൊക്കെ ഷെബീർ ചോദിക്കുന്നു. അത് കേട്ട് കരഞ്ഞുകൊണ്ട്, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നടാ എന്നൊക്കെയാണ് ഷിൻഡോ പറയുന്നത്. അതേസമയം തന്നെ കഥകളൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഷെബീർ ആണെങ്കിൽ ടോയ്ലറ്റിലേക്കും പോകുന്നു. എന്നാൽ അതേസമയം ഷിൻഡോ പറയുന്നത്, ഇനി എന്നെ ആരും കാണില്ലടാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ടോയ്ലറ്റിൽ പോയിട്ട് വന്ന ഷെബീർ ആണെങ്കിൽ പിന്നീട് ഷിൻഡോയെ കണ്ടിട്ടേയില്ല. ഷിൻഡോ പോകാറുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി അന്വേഷിച്ചു, കൂട്ടുകാരോടൊക്കെ ചോദിച്ചു. പക്ഷേ ആർക്കും ഷിൻഡോ എവിടെ പോയെന്ന് അറിയത്തേയില്ല എന്നുള്ള കാര്യവും ഷെബീർ പറയുകയാണ്. എല്ലാം കേട്ടുകൊണ്ടിരുന്ന ബിൻഡോ ചോദിക്കുന്നത്, ഷിൻഡോയെ തേച്ച അവന്റെ കാമുകി ഐഷുവില്ലേ, അവൾ ഇപ്പോൾ എവിടെയാണ്? അവൾ കടവന്ത്രയിലാണെന്നും ഷെബീർ മറുപടി പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കടവന്ത്രയിലേക്കും യാത്രയായി. ഷിൻഡോയുടെ കാമുകിയായ ഐഷു എന്നറിയപ്പെടുന്ന ഐശ്വര്യ ഒരു ദന്ത ഡോക്ടറാണ്. അവൾ ജോലി ചെയ്യുന്ന ക്ലിനിക്കിലേക്കാണ് ബിൻഡോയും ഷെബീറും എത്തിയിരിക്കുന്നത്. ഐശ്വര്യയ്ക്കും ഷെബീറിനും മുൻപേ പരിചയമുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ ഷെബീർ ആണെങ്കിൽ ബിൻഡോയെ ഐശ്വര്യയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ദേ, ഇത് ബിൻഡോ, ഷിൻഡോയുടെ സഹോദരനാണെന്ന് പറയുന്നു. ഷിൻഡോയുടെ പേര് കേട്ടതും ഐശ്വര്യയ്ക്ക് വല്ലാതെ ദേഷ്യം വരും. രണ്ടുപേരും ഇവിടെ നിന്ന് പോകുവാനായിട്ടും ഐശ്വര്യ പറയുന്നു. അപ്പോൾ അത് ശ്രദ്ധിച്ച ബിൻഡോ പറയുന്നുണ്ട്, എടി, നിന്നെ കാരണമാ എന്റെ ചേട്ടനെ കാണാതായത്. എന്റെ ചേട്ടൻ എവിടെയെടി എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും ഐശ്വര്യയ്ക്ക് വല്ലാതെ ദേഷ്യം വരും. ഐശ്വര്യ പറയുന്നത്, നിന്റെ ചേട്ടൻ എവിടെ പോയെന്ന് എനിക്കെങ്ങനെ അറിയാം? നീ പോയി അന്വേഷിക്ക്, അല്ലെങ്കിൽ അവൻ പോയി ചാവട്ടെ എന്നൊക്കെ പറയുന്നു. അത് കേട്ടതും ബിൻഡോയ്ക്ക് വല്ലാതെ ദേഷ്യം വരും. അവൻ അവളെ എന്തൊക്കെയോ ചീത്ത പറയുന്നു. പക്ഷെ അവളും വിട്ടുകൊടുത്തില്ല, തിരിച്ചതുപോലെ തന്നെ പറയുകയാണ്. വേറെ വഴിയില്ലാതെ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലേക്ക് വരും. സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുവാനായിട്ട് എത്തിയിരിക്കുന്ന സമയത്താണ് അവിടെ വെച്ച് ബിൻഡോയ്ക്ക് ഒരു 8ന്റെ പണി കിട്ടുന്നത്. എന്തെന്നാൽ SI ആയ ടോണിയെ കണ്ടതും ബിൻഡോ ഞെട്ടിപ്പോകുന്നു. ഈ ബിൻഡോയ്ക്ക് കീലേരി അച്ചു എന്ന പേരിൽ ഒരു ഇൻസ്റ്റഗ്രാം ഐഡി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യും. അവൻ മൊബൈലിൽ ഷൂട്ട് ചെയ്തുകൊണ്ടുവരുന്ന അതുപോലെ മുൻപ് ഈ ഒരു SI ടോണിയുടെ ഒരു വീഡിയോ അവൻ എടുത്തുകൊണ്ടുവന്ന് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ബിൻഡോയുടെ ആ ഒരു ചെറിയ കുസൃതി കാരണം ടോണിക്ക് ട്രാൻസ്ഫറും കിട്ടി. ആ ഒരു ദേഷ്യം ടോണിയുടെ മനസ്സിലുണ്ടായിരുന്നു. ബിൻഡോയെ കണ്ട ടോണിക്കും ആളിനെ മനസ്സിലായി, ടോണിയെ കണ്ട ബിൻഡോയ്ക്കും ആളിനെ മനസ്സിലായി.
തന്റെ ചേട്ടൻ ഷിൻഡോ മിസ്സിംഗ് ആണെന്ന കാര്യം ബിന്ദു ടോണിയോട് പറയുന്നു. അവസാനമായിട്ട് ഷിൻഡോയെ കാണാതായത് എവിടെ നിന്നാണെന്നും ടോണി ചോദിക്കുന്നു. അങ്ങനെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ഷബീറും ബിന്ദോയും ടോണിയും കൂട്ടി എത്തുകയാണ്. ഷബീറിനെ പുറത്തു നിർത്തിയിട്ട് ടോണിയാണെങ്കിൽ ബിന്ദോയും കൊണ്ട് അകത്ത് കയറി കഥ കടയ്ക്കും. എന്നിട്ട് ബിന്ദോയോട് പറയുന്നത്, എടാ നീയല്ലേടാ ആ കീലേരി അച്ചു എന്ന ഇൻസ്റ്റഗ്രാം വഴി എന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് കേട്ട് ബിന്ദോയാണെങ്കിൽ, സാറേ ക്ഷമിക്കണം, ഒരബദ്ധം പറ്റിപ്പോയതാ, എന്നോട് സാർ ക്ഷമിക്കണം എന്നും പറഞ്ഞ് കാല് പിടിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ടോണി പറയുന്നത്, എടാ ഞാനേ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും മെഡൽ വാങ്ങിയ പോലീസ് ഓഫീസറാ. എന്നാൽ ഇന്ന് ഞാൻ ബാക്കിയുള്ളവർക്ക് മുമ്പിൽ വെറും കോമഡി പീസാണ്. എന്റെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, എന്റെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ആ നാട്ടിൽ മുഴുവൻ നാണക്കേടായപ്പോഴാ ഞാൻ അവിടെ നിന്നും ഇങ്ങോട്ട് വന്നത്. നീ കാരണമാ എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ബിന്ദോയാണെങ്കിൽ ടോണിയുടെ കാല് പിടിച്ച് കെഞ്ചും. എന്നാലും ടോണി കേൾക്കത്തില്ല. ടോണി പറയുന്നത്, ഒരു കാര്യം ചെയ്യാം, നീ നിന്റെ ചേട്ടനെ ഒന്നുകിൽ സ്വയം കണ്ടുപിടിക്കേ, ഇല്ല എന്നുണ്ടെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു സീൻ അവിടെ കട്ടാക്കിയിട്ട് റൂമും തുറന്ന് പുറത്തേക്ക് വരുന്ന ടോണിയാണ് കാണിക്കുന്നത്. അപ്പോഴേക്കും ഷബീർ ആണെങ്കിൽ ടോണിയുടെ വീഡിയോ കണ്ട് ചിരിച്ചിരിക്കും. ടോണി പറയുന്നത്, ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ടോണി അവിടെ നിന്ന് പോകുന്നതും. അപ്പോൾ അത് കാണുന്ന ഷബീർ ആണെങ്കിൽ, പാവം ഒരു പോലീസ് ഓഫീസർ അല്ലേ, ഏതോ ഒരുത്തൻ ആ ഒരു പാവപ്പെട്ടവന്റെ വീഡിയോ എടുത്ത് ദേ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്ത് വൈറലാക്കിയിരിക്കുന്നു എന്ന് പറയും. അത് കേട്ടതും ടോണി പറയുന്നത്, അയാൾ ഞാൻ ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തതെന്ന് പറയുന്നു. അത് കേട്ട് ഷബീർ ആണെങ്കിൽ, എന്തായാലും നല്ലതായി എന്ന് പറഞ്ഞിട്ട് ഓഫീസിലേക്ക് ഒപ്പിടുവാനായി പോവുകയാണ്. ഷബീർ പോയി കഴിഞ്ഞതും വല്ലാത്ത ടെൻഷനിലിരിക്കുകയായിരുന്ന ബിന്ദുവാണെങ്കിൽ തന്റെ കൂട്ടുകാരനായ യഹിയെ പറ്റി ആലോചിക്കുന്നു. ഉടനെ തന്നെ യഹിയെ ഫോൺ വിളിക്കും. അവനാണെങ്കിൽ അവന്റെ ലവറുമായിട്ട് ന്യൂ ഇയർ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഗോവയിലായിരുന്നു. കാര്യം പറഞ്ഞ സമയത്ത് യഹിയെ പറയുന്നത്, എനിക്ക് എന്തായാലും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ട്, ഞാൻ അവന്റെ നമ്പർ നിനക്ക് തരാമെന്ന് പറയുന്നു. അങ്ങനെ യഹിയെ പറഞ്ഞതനുസരിച്ച് ബിന്ദുവാണെങ്കിൽ ആ ഒരു കൂട്ടുകാരനെ വിളിക്കുകയാണ്. അവന്റെ പേരാണ് ഹരിഹരസുധൻ. ഈ ഹരിഹരസുധൻ ഒരു എത്തിക്കൽ ഹാക്കറാണ്. മാത്രമല്ല കുറച്ച് സ്ട്രെയിറ്റ് ഫോർവേഡ് കൂടിയാണ് അവൻ. അവനാണെങ്കിൽ ബിന്ദുയ്ക്കടുത്തെത്തി. എന്നിട്ട് പറയുന്നത്, യഹിയെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് എന്നായിരുന്നു. എനിക്ക് നിങ്ങളുടെ ചേട്ടനെ ഒന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല, പക്ഷേ നിങ്ങളുടെ ചേട്ടന്റെ ഫോൺ എവിടെ ഇരിക്കുന്നെന്ന് എനിക്ക് കണ്ടുപിടിച്ച് തരാനാകുമെന്നും ഹരിഹരസുധൻ പറയുന്നു. അതുമാത്രം മതിയെന്നും ബിന്ദു പറയുകയാണ്. പക്ഷേ എനിക്കൊരു 15,000 രൂപ തരണം, യഹിയുടെ ഫ്രണ്ട് ആയതുകൊണ്ടാ ഞാൻ അത്രയിലും ഒതുക്കിയതെന്ന് പറയുന്നു. പക്ഷെ ബിന്ദുയുടെ കയ്യിൽ അത്രയും കാശില്ലാത്തതിനാൽ ഒരു 500 രൂപ കൊടുക്കും. 500 രൂപ 10,000 മനസ്സിൽ കരുതി ഹരിഹരസുധനാണെങ്കിൽ പണി ആരംഭിച്ചു. 500 രൂപയാണ് കൊടുത്തതെങ്കിലും അതിന്റെ പണി മാത്രമല്ല ചെയ്തത്, ആത്മാർത്ഥമായിട്ട് തന്നെ അവൻ ജോലി ചെയ്തു. ഷിൻഡോയുടെ ഫോൺ എവിടെയാണെന്ന് ഹരിഹരസുധൻ കണ്ടുപിടിച്ചു. മൊബൈൽ ഇരിക്കുന്ന ലൊക്കേഷനിലേക്ക് എത്തിയപ്പോഴാണ് കഥയിലൊരു ട്വിസ്റ്റ്. എന്തെന്നാൽ അവരെത്തിയത് ഷബീറിന്റെ റൂമിലായിരുന്നു. ബിന്ദു ഷബീറിനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഓഫീസിലേക്ക് പോകുന്നെന്ന് പറഞ്ഞല്ലേ എന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയത്, എന്നിട്ടെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, അതോ അതെനിക്ക് വല്ലാത്ത തലവേദന, പിന്നെ ഉറക്കവും ശരിയാകുന്നില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വർക്ക് ഫ്രം ഹോം എടുത്തു എന്നും ഷബീർ പറയുന്നു. അതേസമയം തന്നെ ബിന്ദു ചോദിക്കുന്നുണ്ട്, എടാ സത്യം പറ, നിങ്ങൾ എന്റെ ചേട്ടനെ എന്ത് ചെയ്തു, എന്റെ ചേട്ടന്റെ മൊബൈൽ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ബിന്ദു ഷബീറിനെ കുത്തിപ്പിടിക്കുകയാണ്. അതേസമയം തന്നെ ആ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ എവിടെയാണ് ഫോൺ ഇരിക്കുന്നതെന്ന് അന്വേഷിക്കുകയായിരുന്നു ഹരിഹരസുധനും. അതേസമയം തന്നെയായിരുന്നു ഐശ്വര്യയും അവിടേക്ക് വന്നത്. അതും കൂടി കണ്ടത് ബിന്ദുയുടെ കിളി പോയി. ബിന്ദു ചോദിക്കുന്നത്, ഇതായിരുന്നല്ലേ ഇവിടെ പരിപാടി, നിങ്ങളുടെ രണ്ടുപേരുടെയും ഡിങ്കോൾഫിക്ക് എന്റെ ചേട്ടൻ തടസ്സമായതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്റെ ചേട്ടനെ കൊന്നു കുഴിച്ചു മൂടിയതല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ബിന്ദു അവരുമായി പ്രശ്നമുണ്ടാക്കുന്നതും. അപ്പോൾ അതിനെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്റെ ചേട്ടനെ കൊന്നു കുഴിച്ചു മൂടി, എവിടെയാണ് എന്റെ ചേട്ടനെ കൊന്നു കുഴിച്ചു മൂടിയിരിക്കുന്നതെന്നും ബിന്ദു ചോദിക്കുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അന്ന് ഷബീറും ഷിൻഡോയും കൂടി ഇരുന്ന് മദ്യപിക്കുന്നല്ലോ, ആ സീനാണ് കാണിക്കുന്നതും. അപ്പോൾ ഷിൻഡോ പറയുന്നുണ്ട്, എടാ അവൾ എന്നെ ചതിച്ചടാ, അവളുടെ യഥാർത്ഥ മുഖം ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത് എന്ന് പറയുന്നു. അത് കേട്ട് ഷബീർ പറയുന്നത്, എടാ അപ്പോൾ നീ എന്നെ പറ്റിച്ചതോ, നീ എന്റെ 1.5 ലക്ഷം രൂപയല്ലേ പറ്റിച്ചത്, എന്നിട്ട് അത് ഇതുവരെ തിരിച്ചു തരാത്തത് എന്താന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി ഷിൻഡോ പറയുന്നത്, നിന്റെ വെറും 1.5 ലക്ഷം രൂപയല്ലേ, അതെന്തായാലും ഞാൻ തരും എന്ന് തന്നെയാണ്. അത് കേട്ട് ഷിൻഡോയോട് ഷബീർ പറയുന്നത്, എടാ 1.5 ലക്ഷം രൂപ എനിക്ക് വലിയ എമൗണ്ട് തന്നെയാണ്. ഇന്ന് ഞാൻ എന്റെ എഡ്യൂക്കേഷൻ ലോൺ അടച്ചു തീർന്നിട്ടില്ല. എന്റെ അമ്മയാണെങ്കിൽ തൊഴിലുറപ്പിന് പോയിട്ടാണ് ആ ഒരു കാശയ്ക്ക് തിരിച്ചടയ്ക്കുന്നതെന്നും ഷബീർ പറയുന്നു. അതിനൊക്കെ ഷിൻഡോയ്ക്ക് വെറും പുച്ഛമായിരുന്നു മറുപടി. ഷിൻഡോയുടെ സംസാരവും പ്രവൃത്തിയും ഒന്നും ഇഷ്ടപ്പെടാത്ത ഷബീർ ആണെങ്കിൽ ഷിൻഡോയെ തന്റെ റൂമിൽ നിന്നും ഇറക്കിവിട്ടു. സത്യത്തിൽ ഇവർ രണ്ടുപേരും മദ്യപിക്കാനിരുന്നത് ഷിൻഡോയുടെ ഫ്ളാറ്റിലല്ല, ഷബീറിന്റെ റൂമിൽ തന്നെയായിരുന്നു. അപ്പോഴായിരുന്നു ഈ ഷിൻഡോയുടെ ഫോണാണെങ്കിൽ ഷബീറിന്റെ റൂമിൽ വീണു പോയതും. അങ്ങനെയാണ് ഫോണിന്റെ ലൊക്കേഷൻ ഷബീറിന്റെ റൂമിൽ കാണിച്ചതും.
അപ്പോൾ അത് കേട്ട് ബിൻഡോ പറയുന്നത്, രാവിലെ മുതൽ നീ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, എന്നിട്ട് നീ എന്തൊക്കെ നുണകളാ എന്നോട് പറഞ്ഞത്, ഇനി ഇത് ഞാൻ വിശ്വസിക്കണോ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് ഹരിഹരസുധൻ പറയുന്നത്, എടാ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് പുള്ളി പറയുന്നത് സത്യമാണെന്നാ തോന്നുന്നത്. അതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ഐശ്വര്യ പറയുന്നത്, ഞാനും ഷിൻഡോയും തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ട് 4 മാസത്തിൽ കൂടുതലായി. പിന്നെ അതിനുശേഷം ഞാൻ ഷിൻഡോയെ കണ്ടിട്ടേയില്ല. നിങ്ങൾ പറയുന്ന ഐശ്വര്യ മിക്കവാറും വേറെ ആയിരിക്കും. ഇതോടെ അവസാനിപ്പിച്ചോളണം, ഇനി മേലാൽ എന്നെ ഇതിൽ വലിച്ചിഴക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഐശ്വര്യ അവിടെ നിന്ന് പോകുവാനായി ഇറങ്ങുന്നതും. ഐശ്വര്യ അവിടെ നിന്ന് പോയി കഴിഞ്ഞതും ഹരിഹരസുധനാണെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ ഷിൻഡോയുടെ ഫോണാണെങ്കിൽ മുഴുവൻ പരിശോധിക്കും. അപ്പോൾ അതിൽ കൊറിയർ ബാബു എന്നൊരാളുടെ 23 മിസ് കോൾ വന്ന് കിടക്കുന്നത് കാണുന്നു. അത് കാണുന്ന ഹരിഹരസുധൻ പറയുന്നത്, ഇതിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. 23 മിസ് കോൾ വരണമെങ്കിൽ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഹരിഹരസുധൻ പറയുന്നു. പക്ഷേ പുറത്തുനിന്ന് അതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ഐശ്വര്യാണെങ്കിൽ അകത്തേക്ക് കയറി വന്നിട്ട്, ആ കൊറിയർ ബാബുവിനെ എനിക്കറിയാം, ഞാൻ നിങ്ങളെ അയാളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. ഇനി എന്തായാലും ഷിൻഡോയെ കണ്ടുപിടിച്ചിട്ടുള്ള ബാക്കി കാര്യം എനിക്കും അവനോട് 2 ചോദ്യം ചോദിക്കാനുണ്ടെന്നും ഐശ്വര്യ പറയുന്നു. അങ്ങനെ ഐശ്വര്യ അവരെയും കൂട്ടി അവളുടെ കാറിൽ കൊറിയർ ബാബുവിന്റെ അടുത്തേക്ക് പോകും. പോകുന്ന വഴിയിൽ ഷബീർ ആണെങ്കിൽ ഐശ്വര്യയോട് ചോദിക്കും, നിനക്ക് എങ്ങനെയാ ഈ കൊറിയർ ബാബുവിനെ പരിചയം? അതിന് മറുപടിയായിട്ട് ഐശ്വര്യ പറയുന്നത്, മുൻപ് ഷിൻഡോയെ ഞാൻ കൊറിയർ ബാബുവിന്റെ ഗോഡൌൺ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. ഇവർ തമ്മിൽ എന്തൊക്കെയോ പണപരമായിട്ടുള്ള ഇടപാടുകളുണ്ട് എന്നുള്ള കാര്യവും ഐശ്വര്യ പറയുന്നു. അങ്ങനെ കൊറിയർ ബാബുവിനടുത്തെത്തി. കൊറിയർ ബാബുവിനോട് ഐശ്വര്യ ചോദിക്കും, ചേട്ടാ ഷിൻഡോയെ കാണുന്നില്ല, അവനെ നിങ്ങൾ കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഇനി നിങ്ങൾ ഷിൻഡോയെ തിരക്കണ്ട, അവൻ ചത്തു, അവനെ ഞാനാ കൊന്നതെന്നും കൊറിയർ ബാബു പറയുന്നു. ബിൻഡോയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നിരിക്കുകയായിരുന്നല്ലോ. ബിൻഡോ ഉടനെ തന്നെ കൊറിയർ ബാബുവിന് തല്ലുപനയും പോകും. എന്നാൽ കൊറിയർ ബാബുവിന് ബിൻഡോയെക്കാട്ടി സൈസ് ഉണ്ടായിരുന്നല്ലോ. ഉടനെ തന്നെ ബിൻഡോയെ ഇടിച്ച് തെറിപ്പിക്കുന്നു. വീണ്ടും ബിൻഡോയാണെങ്കിൽ കൊറിയർ ബാബുവിനെ തല്ലുവാനായിട്ട് വരുമ്പോൾ തന്റെ കൈവശമുണ്ടായിരുന്ന തോക്കെടുത്ത് കൊറിയർ ബാബു ചൂണ്ടും. എന്നിട്ട് പറയുന്നത്, നിന്റെ ചേട്ടനെ ഇതുവരെയും ചത്തിട്ടില്ല, അവനെ ഞാൻ എന്തായാലും കൊല്ലും. 24 മണിക്കൂറിനകം 15 ലക്ഷം രൂപ എനിക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ചേട്ടനെ ഉറപ്പായി ഞാൻ കൊല്ലുമെന്നും ബിൻഡോയോട് ആ ഒരു കൊറിയർ ബാബു പറയുന്നു. കൊറിയർ ബാബു പറഞ്ഞതനുസരിച്ച് എങ്ങനെ 24 മണിക്കൂറിനകം 15 ലക്ഷം രൂപ ഒപ്പിക്കുമെന്ന ടെൻഷനിലായിരുന്നു ബിൻഡോ. അപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട്, എന്തായാലും ഷിൻഡോ എവിടെയുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ, നമുക്ക് എന്തുകൊണ്ട് പോലീസിൽ വിവരം അറിയിച്ചൂടാ എന്ന് പറയുന്നു. അതനുസരിച്ച് ബിൻഡോ ഒറ്റയ്ക്ക് ടോണിയെ കാണുവാനായിട്ടും ടോണിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ടോണിയുടെ വീട്ടിൽ അന്നേ ദിവസം ടോണി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു, നിന്റെ ചേട്ടനെ ഒന്നുകിൽ നീ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കണം, രണ്ടാമത് ഒരു കാര്യം ചെയ്യണമെന്നും ടോണി പറഞ്ഞിരുന്നു. ആ കാര്യം ചെയ്യുവാനായിട്ടാണ് ഇപ്പോൾ ബിൻഡോ എത്തിയിരിക്കുന്നത്, അതും ടോണി മാത്രമുള്ള വീട്ടിലേക്ക്. അങ്ങനെ ബിൻഡോയെ ടോണി അകത്തേക്ക് വിളിച്ചു. എന്നിട്ട് ടോണി ആവശ്യപ്പെട്ട കാര്യം ബിൻഡോയെ കൊണ്ട് ചെയ്യിക്കുന്നു. ഒരു പട്ടിയെ പോലെ കഴുത്തിൽ തുടല് കെട്ടിയിട്ട് മുട്ടുകുത്തി ഇരിപ്പിച്ചിട്ട് അവനെ പട്ടി എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ ചെയ്യുവാനായിട്ടും പറയുന്നു. അവനെ കൊണ്ട് തറയിൽ നിന്ന് നക്കി വരെ ആഹാരം കഴിപ്പിക്കും. അത്രയ്ക്കും ക്രൂരമായിട്ടാണ് ടോണി ബിൻഡോയോട് പെരുമാറിയത്. ഒരുപാട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അതൊന്നും പുറമേ കാണിക്കാതെ ടോണി പറയുന്നത് പോലെ എല്ലാം അനുസരിക്കുന്നു. പട്ടിയെ പോലെ അവിടെയാകെ തുടലും കെട്ടി മുട്ടും കുത്തി നടത്തിക്കുന്നു. അതെല്ലാം ടോണി വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട്. ടോണിയോട് ബിൻഡോ ചെയ്തതിന് പകരമായിട്ടാണ് ബിൻഡോ ഇപ്പോൾ ടോണിയോട് ഇങ്ങനെ കാണിക്കുന്നതും. എല്ലാം സഹിച്ചും ക്ഷമിച്ചും ബിൻഡോ അനുസരിക്കുന്നു. അതിനുശേഷം ടോണിയാണെങ്കിൽ ബിൻഡോയോടൊപ്പം കൊറിയർ ബാബുവിന് അടുത്തേക്ക് പോവുകയാണ്. ബിൻഡോയുടെ കൂട്ടുകാരും കൂടെയുണ്ട്. എന്നിട്ട് കൊറിയർ ബാബുവിനോട് ഷിൻഡോ എവിടെയുണ്ട് എന്ന് ചോദിക്കുകയാണ് ടോണി. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അന്ന് ഷബീറുമായിട്ട് പിണങ്ങിയിട്ട് ഷിൻഡോ ഇറങ്ങിയ സമയത്ത് നേരെ ചെന്ന് ചാടിയത് കൊറിയർ ബാബുവിന് മുന്നിലേക്ക്. കൊറിയർ ബാബു ആണെങ്കിൽ ഷിൻഡോയും കാറിൽ കയറ്റി പോവുകയാണ്. ഷിൻഡോയും കൊറിയർ ബാബുവും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് കാശ് നേടിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഷിൻഡോ ആണെങ്കിൽ കൊറിയർ ബാബുവിന്റെ കയ്യിൽ നിന്നും ഒരുപാട് കാശ് പറ്റിച്ചു. ഷിൻഡോയോട് കാശ് ചോദിക്കുന്ന സമയത്ത് ഷിൻഡോ ആണെങ്കിൽ തന്റെ കൈവശം കാശൊന്നുമില്ല എന്ന് പറഞ്ഞ് കൊറിയർ ബാബുവായിട്ട് ചെറുതായിട്ടൊന്ന് ഉടക്കും. എന്നാൽ ദേഷ്യമെന്ന കൊറിയർ ബാബു ആണെങ്കിൽ അവന് നേരെ തോക്ക് ചൂണ്ടുന്നു. മരിക്കുവാൻ തയ്യാറായി നിൽക്കുകയായിരുന്നല്ലോ ഷിൻഡോ, അതുകൊണ്ട് തന്നെ എനിക്ക് ചാകാനൊന്നും പേടിയില്ല, എന്നെ വെടിവെച്ച് കൊല്ല് എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കും. അവന് ചാകുവാനൊന്നും ഒട്ടും പേടിയില്ല എന്നുള്ള കാര്യം ബാബുവിന് മനസ്സിലായി. മരിക്കുവാനായി തയ്യാറായി നിൽക്കുന്ന അവനെ ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അടുത്തുള്ള ഒരു ജംഗ്ഷനിൽ ഷിൻഡോയെ ഇറക്കി വിട്ടു എന്നുള്ള കാര്യം ബാബു എല്ലാവരോടും പറയുന്നു. ബാബു പറഞ്ഞത് സത്യമാണോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ആ ഒരു ജംഗ്ഷനിലെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ ബാബു പറഞ്ഞത് സത്യമാണ്, അവർ ഷിൻഡോയെ അവിടെ ഇറക്കി വിട്ടിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് 1 കിലോമീറ്റർ അകലെയുള്ള CCTVകളിലൊന്നും ഷിൻഡോ പാസ് ചെയ്ത് പോയതിന്റെ ഒരു ലക്ഷണവുമില്ല.
ഒന്നുകിൽ അതുവഴി പോയ ഏതെങ്കിലും വണ്ടിയിൽ ഷിൻഡോ കയറി പോയിട്ടുണ്ടാകും. ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് കായലുകളുണ്ട്. ആ കായലിൽ അവൻ ചാടി കാണുമെന്നും പോലീസുകാർ പറയുന്നു. എന്നാലും ആത്മവിശ്വാസം കൈവിടാതെ കൂട്ടുകാരെല്ലാവരും അതുവഴി പാസ് ചെയ്തു പോയ വണ്ടിയുടെ ഓണർമാരെ എല്ലാവരെയും കണ്ടെത്തിയിട്ട് അവരുടെ ഫോൺ നമ്പർ എടുത്ത് ഷിൻഡോയെ പറ്റി അന്വേഷിക്കുവാനായി ആരംഭിക്കുന്നു. അതിലൊരു ലോറി ഡ്രൈവർ ഷിൻഡോയെ തിരിച്ചറിയുകയാണ്. കൂർഗിൽ പോകുവാനുള്ള വഴി ചോദിച്ചു നടന്ന ഷിൻഡോയാണെങ്കിൽ ഈ ലോറി ഡ്രൈവറോട് ലിഫ്റ്റ് ചോദിച്ചു. തലശ്ശേരിയിലാണ് താൻ ഇറക്കി വിട്ടതെന്നുള്ള കാര്യം ലോറി ഡ്രൈവർ പറയുകയാണ്. അത് കേട്ട ടോണിയാണെങ്കിൽ ഇപ്പോൾ ബിൻഡോ വന്നിട്ടുള്ളത് കൂർഗിൽ നിന്ന്, ഷിൻഡോ പോയതും കൂർഗിലേക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്, നിങ്ങൾ കൂർഗിൽ പോയി അന്വേഷിക്കുവാനായിട്ടും പറയുന്നു. എന്നിട്ട് ടോണിക്ക് പരിചയമുള്ള ഒരു പോലീസുകാരനെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്നും ടോണി പറയുകയാണ്. ബിൻഡോ കൂർഗിലേക്ക് പോകുന്നത് കേട്ട് ഐശ്വര്യയും അവനോടൊപ്പം ഷിൻഡോയെ കണ്ടുപിടിക്കുവാനായിട്ട് കൂർഗിലേക്ക് പോകുവാൻ തയ്യാറായി. ഐശ്വര്യ പോകുന്നെന്ന് കേട്ടപ്പോൾ ഷബീറും തയ്യാറായി. കാരണം ഷബീറിന് ഐശ്വര്യ ചെറിയൊരു നോട്ടമുണ്ട്. പിന്നെ ഹരിഹരസുധനും അവരുടെ കൂടെയുണ്ടല്ലോ. അപ്പോൾ ടോണി പറയുന്നത് നിങ്ങൾ എങ്ങനെയാ പോകുന്നതെന്നായിരുന്നു. ബസ്സിൽ പോകാമെന്ന് ബിൻഡോ പറയുമ്പോൾ ടോണി പറയുന്നത് അത് പോയാൽ ശരിയാകത്തില്ല, നിങ്ങൾക്ക് അവിടെ എത്തി ഒരുപാട് കറങ്ങേണ്ടി വരും, അതുകൊണ്ട് ഞാനൊരു ഐഡിയ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടിയിട്ട് കൊറിയർ ബാബുവിന് അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് ബാബുവിനോട് ഷിൻഡോയെ അന്വേഷിച്ച് ഇവരോടൊപ്പം പോകണമെന്ന് പറയുമ്പോൾ ബാബു ആണെങ്കിൽ അതിനൊട്ടും തയ്യാറാകില്ല. അപ്പോൾ അതിന് ടോണി പറയുന്നത് നിന്റെ പഴയൊരു കേസിലെ അത് ഞാൻ കുത്തിപ്പൊക്കുമെന്ന് വിരട്ടി. ആ ഒരു കാര്യത്തിൽ കൊറിയർ ബാബു വീണു. അങ്ങനെ കൊറിയർ ബാബുവിന്റെ വണ്ടിയിലാണ് ഇവർ കൂർഗിലേക്ക് പുറപ്പെട്ടതും. അങ്ങനെ അവർ കൂർഗിലുള്ള ഐശ്വര്യ ബൊപ്പന്നയുടെ വീട്ടിലേക്ക് എത്തി. അവിടെ ഐശ്വര്യയുടെ വിവാഹ ഒരുക്കങ്ങളൊക്കെ നടക്കുകയായിരുന്നു. ഐശ്വര്യയോട് ഷിൻഡോയെ പറ്റി അന്വേഷിക്കുന്ന സമയത്ത് അവൾ പറയുന്നത് ഷിൻഡോയും ഞാനും ചേർന്നുകൊണ്ട് ഒരുമിച്ചൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷെ അത് പൊട്ടിയതോടുകൂടി ഷിൻഡോ നാട് വിട്ടു. വീട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടത് കാരണം ഞാൻ ന്യൂയോർക്കിലേക്കും പോയി. പിന്നീടാണ് എന്റെ വിവാഹം ഉറപ്പിച്ചതും. എന്നാൽ ദേ ഇപ്പോൾ അവൻ എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ആകെ പ്രശ്നമുണ്ടാക്കി. എന്റെ നിശ്ചയത്തിന് വന്നാണ് അവൻ പ്രശ്നമുണ്ടാക്കിയത്. അന്ന് ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയപ്പോൾ എന്റെ സഹോദരനായിട്ടുള്ള ആശിഷ് അവനെ പിടിച്ചുകൊണ്ടുപോയി. എന്റെ സഹോദരനായ ആശിഷ് ആണെങ്കിൽ കുറച്ച് കുഴപ്പക്കാരനാ. ഈ ഒരു ഫംഗ്ഷൻ തീരുന്നത് വരെ എല്ലാവരും ഇതിന്റെ കാര്യത്തിൽ ബിസി ആയിരിക്കും. പിന്നീട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താകുമെന്നറിയത്തില്ല, ചിലപ്പോൾ ഷിൻഡോയെ കൊന്നെന്ന് വരാമെന്നും ഐശ്വര്യ ബൊപ്പന പറയുന്നു. അത് കേട്ട് എല്ലാവരും ഒന്ന് ചിന്തിച്ചു നിൽക്കുകയാണ്. പിന്നീടാണ് ആരാണ് ഈ ആശിഷ് ബൊപ്പന്ന എന്നത് കാണിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചല്ലോ, കൂർഗിൽ ന്യൂ ഇയർ ആഘോഷം നടന്ന സമയത്ത് അവിടെ പ്രശ്നമുണ്ടാക്കിയ ഒരു ഗുണ്ടയെ പറ്റി പറഞ്ഞിരുന്നല്ലോ ആശിഷ് ബൊപ്പന്ന. അത് തന്നെയാണ് ഈ ഐശ്വര്യയുടെ സഹോദരനും. അന്ന് അവിടെ ഒരുത്തനെ തല്ലുകയും പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ ബിൻഡോ ഷൂട്ട് ചെയ്തിരുന്നു. ആ വീഡിയോ ബിൻഡോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴാണ് എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആശിഷ് ബൊപ്പന്ന പിടിച്ചുകൊണ്ട് പോയത് മറ്റാരെയുമല്ല, ഷിൻഡോയെ തന്നെയായിരുന്നു. ഷിൻഡോയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ബിൻഡോയും കൂട്ടരും വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഐശ്വര്യ ബൊപ്പനയ്ക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ അവളുടെ കൂട്ടുകാരാണ് ഇവരെന്ന് പറഞ്ഞാണ് വീട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതും. അതുകൊണ്ട് തന്നെ ഐശ്വര്യയുടെ അച്ഛനാണെങ്കിൽ അവർക്ക് താമസിക്കുവാൻ വേണ്ടിയിട്ട് ഒരു റിസോർട്ടൊക്കെ സെറ്റ് ചെയ്തു കൊടുത്തു. അത് അവരുടെ റിസോർട്ട് തന്നെയാണ്. അവിടേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആശിഷായിരുന്നു. ആശിഷിന് നമ്മുടെ നായികയായ ഐശ്വര്യ ആദ്യ കാഴ്ചയിൽ കണ്ടപ്പോൾ തന്നെ അവളോട് പ്രണയം തോന്നി. അവളോട് വളരെ സോഫ്റ്റ് ആയിട്ടാണ് പെരുമാറുന്നതും. അതവിടെ കാണുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നുമുണ്ട്. അങ്ങനെ അവരെ ആശിച്ച് റിസോർട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോവുകയാണ്. ആശിച്ച് പോയ ഉടനെ തന്നെ ബിൻഡോയും കൂട്ടരും അവരെ ഫോളോ ചെയ്യും. പക്ഷെ ആശിഷിന്റെ പിന്നാലെ പോയിട്ടും യാതൊരു ഫലവുമില്ല. ആശിഷിന് തന്നെ ആരും ഫോളോ ചെയ്യുന്നു എന്ന കാര്യം മനസ്സിലായി. ആശിഷ് ആണെങ്കിൽ ഇവരെ കണ്ടുപിടിക്കുകയാണ്. നിങ്ങൾ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ ബിവറേജ് തപ്പി ഇറങ്ങിയതാണെന്നും അവർ പറയുന്നു. ഉടനെ തന്നെ ആശിഷ് പറയുന്നത് നിങ്ങളങ്ങ് റൂമിലേക്ക് പൊയ്ക്കോ, ഞാൻ സാധനം അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ നേരെ റൂമിലേക്ക് എത്തി. റിസോർട്ടിലേക്ക് എത്തിയ ബിൻഡോയെ കാത്ത് അവിടെ അവനൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിട്ടുള്ള ബെൽജിനായിരുന്നു. അത് ബിൻഡോയ്ക്കും സന്തോഷമായി. അതേ സമയത്തായിരുന്നു ആശിഷും അവിടേക്ക് വന്നത്. അടുത്തുള്ള റിസോർട്ടിലാണ് ആശിഷ് തന്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ട്രീറ്റ് ഒരുക്കിയിരുന്നതും. അങ്ങനെ ആശിഷ് ആണെങ്കിൽ സാധനങ്ങളുമായൊക്കെ അവിടെ എത്തുന്നു. അതേസമയം തന്നെ ആശിഷിന്റെ ഫോണിലെ CCTV വിഷ്വൽസിൽ നിന്നും ബിൻഡോയാണെങ്കിൽ ഷിൻഡോയെ കാണുന്നു. ഉടനെ തന്നെ ഹരിഹരനടുത്ത് എത്തിയിട്ട് ആ ആശിഷിന്റെ ഫോണിലെ CCTV വിഷ്വൽസിൽ നിന്നും ഷിൻഡോയെ പോലെ ഒരാളെ ഞാൻ കണ്ടു എന്ന് പറയും. അത് കേട്ട് ഹരിഹരൻ പറയുന്നത് ഒരു 20 മിനിറ്റ് ആശിഷ് ബൊപ്പന്നയുടെ ഫോൺ എന്റെ കയ്യിൽ കിട്ടിയാൽ മതി, പിന്നെ ആ ഫോണിന്റെ കൺട്രോൾ മുഴുവൻ നമ്മുടെ കയ്യിലായിരിക്കുമെന്ന് പറയുന്നു. അതിനവർ എങ്ങനെ ഫോൺ ഒപ്പിക്കാനാ എന്ന് പ്ലാൻ ചെയ്യും. എന്നിട്ട് ബിൻഡോ പറയുന്നത് ഒരു കാര്യം ചെയ്യാം, ഞാൻ എങ്ങനെയെങ്കിലും ആശിഷ് ബൊപ്പനെ റൂമിൽ നിന്ന് പുറത്തിറക്കാം, അപ്പോൾ ഷബീർ ബ്രോ പോയിട്ട് അയാളുടെ ഫോൺ അടിച്ചുകൊണ്ട് വന്നാൽ മതിയെന്ന് പറയുന്നു. അത് കേട്ട് ഷബീറിന് വല്ലാതെ പേടിയാകും. അപ്പോൾ ഹരിഹരൻ പറയുന്നുണ്ട് പേടിക്കണ്ട, ഞാനും കൂടെ വരാമെന്ന്.
അങ്ങനെ ബിൻഡോയും കൂട്ടുകാരനായ ബെൽജിന് ചേർന്ന് ആശിഷ് പൊപ്പനെ എങ്ങനെയെങ്കിലും റൂമിൽ നിന്ന് പുറത്തിറക്കുവാനായി ശ്രമിക്കും. അതിനവർ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു. പുറത്തു കിടന്ന ആശിഷ് പൊപ്പനയുടെ വണ്ടിയുടെ മുകളിലേക്ക് മരത്തിന്റെ ഒരു ചില്ല അവർ ഒടിച്ചിടുകയാണ്. വിവരമറിഞ്ഞ് ആശിഷ് പൊപ്പനെ പുറത്തേക്ക് വരും. അതേ സമയമായിരുന്നു ഷെബീറും ഹരിഹരനും റൂമിനുള്ളിലേക്ക് കയറിയതും. പക്ഷെ ഫോൺ നോക്കിയിട്ട് കിട്ടിയില്ല. ചാർജിന് കുത്തിയിട്ടിരുന്ന ഫോണും എടുത്തുകൊണ്ടാണ് ആശിഷ് പുറത്തേക്ക് പോയതും. ഫോൺ കിട്ടാതെ തിരിച്ചു പോകാനായി ഒരുങ്ങുന്ന സമയത്ത് അവിടെ ഇരുന്ന ബ്രൗണിയും എടുത്തുകൊണ്ടാണ് ഹരിഹരൻ പോകുന്നതും. തന്റെ വണ്ടിയിൽ മരച്ചില്ല വീണതിന് ആശിഷ് പൊപ്പനെ വല്ലാതെ പ്രശ്നമുണ്ടാക്കുന്നു. സെക്യൂരിറ്റിക്ക് 2 അടി കൊടുക്കുകയും ഒക്കെ ചെയ്യും. അതേ സമയത്തായിരുന്നു ഐശ്വര്യ അവിടേക്ക് ചെന്നതും. ഐശ്വര്യയെ കണ്ടതും ആശിഷ് പൊപ്പന്നയുടെ ഫ്യൂസ് പോയി. കാരണം ആശിഷ് പൊപ്പന്നയ്ക്ക് ഐശ്വര്യയോട് ചെറിയ ക്രഷ് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ മറ്റൊരു പ്ലാൻ ഇടുകയാണ്. ആ ഒരു പ്ലാനുമായിട്ട് അടുത്ത ദിവസം തന്നെ ഐശ്വര്യയുടെ വിവാഹ ചടങ്ങിലേക്ക് പങ്കെടുക്കുവാനായിട്ട് എല്ലാവരും പുതിയ കോസ്റ്റ്യൂം ഒക്കെ ധരിച്ചു പോകും. അതേ സമയത്ത് റൂമിലൊരു ബ്രൗണി കൊണ്ടുവന്ന് വെച്ചിരുന്നല്ലോ, ആ ബ്രൗണിയും കഴിച്ചുകൊണ്ടാണ് ഷെഫീക്ക് പോകുന്നതും. അങ്ങനെ അവർ പ്ലാൻ ചെയ്തതുപോലെ ഐശ്വര്യ ബൊപ്പനയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് അടിച്ചു പൊളിച്ച് അവസാനം ആശിഷ് ബൊപ്പനയുടെ കയ്യിലെ ഫോണും അടിച്ചുകൊണ്ടാണ് പോകുന്ന സമയത്ത് ബിൻഡോയുടെ വാച്ചാണെങ്കിൽ അവിടെ വീണിരുന്നു. ആ ഒരു സ്മാർട്ട് വാച്ചിൽ ബിൻഡോയുടെയും ഷിൻഡോയുടെയും ഫോട്ടോയും ഉണ്ടായിരുന്നു. അതൊന്നും അവർ അറിഞ്ഞില്ല. അങ്ങനെ ആശിഷ് ബൊപ്പനയുടെ ഫോണിൽ നിന്നും ഷിൻഡോയുള്ള ലൊക്കേഷൻ കണ്ടെത്തുകയാണ്. അത് പഴയൊരു ഫാക്ടറി ആയിരുന്നു. ആ ഫാക്ടറിയുടെ ഗേറ്റും പൂട്ടിയിട്ടുണ്ട്. പക്ഷെ 2 പട്ടികളും കാവലുണ്ട്. എന്നാൽ ഉടനെ തന്നെ തന്റെ കൈവശമുണ്ടായിരുന്ന ബ്രൗണി എടുത്ത് ഹരിഹരനാണെങ്കിൽ ആ പട്ടികൾക്ക് ഇട്ടുകൊടുത്തു. പട്ടികളാണെങ്കിലോ ആ ഒരു ബ്രൗണിയും കഴിച്ച് കഞ്ചാവ് അടിച്ചാൽ എങ്ങനെയാ സംഭവിക്കുന്നത് അതുപോലെ തന്നെ പട്ടിക്ക് സംഭവിച്ചു. അപ്പോഴാണ് ഷെബീറിന് താൻ കഴിച്ചത് കഞ്ചാവ് ബ്രൗണിയാണ് എന്നുള്ള കാര്യം മനസ്സിലായതും. അതോടുകൂടി നേരത്തെ കിളി പറഞ്ഞു നിന്ന ഷെബീറിന്റെ കിളികൾ വീണ്ടും പറക്കുകയാണ്. എന്നാൽ ആ അവസരം ഷെബീർ നന്നായി മുതലെടുത്തു. ഉടനെ തന്നെ ഐശ്വര്യയോട് തന്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറയുവാനായി തീരുമാനിച്ചു. ഐശ്വര്യയും ഷെബീറും പരിചയമായത് എങ്ങനെയെന്നാൽ തന്റെ പല്ലിൽ ക്ലിപ്പ് ഇടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഷെബീർ ഐശ്വര്യയുടെ അടുത്തേക്ക് പോയതും. എന്നിട്ട് ഷെബീർ പറയുന്നത്, ദേ നീ എന്റെ പല്ല് നോക്ക്, എന്റെ പല്ലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവുമില്ലാത്ത പല്ലും കൊണ്ട് ഞാൻ നിന്റെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തിനായിരിക്കും? നിന്നെ കാണുവാനായിട്ട്. നിന്നോട് മിണ്ടാനും സംസാരിക്കാനും ഒക്കെ എനിക്ക് വല്ലാത്ത പേടിയായിരുന്നു. അതുകൊണ്ടൊരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഷിൻഡോയെ ഞാൻ എന്റെ കൂടെ കൂട്ടിയത്. എന്നിട്ട് ആ നാറി നിന്നെ വളച്ചെടുത്തു. പിന്നീട് നീയും അവനും കോഫി കുടിക്കാൻ പോക്ക്, സിനിമയ്ക്ക് പോക്ക്, നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിൽ വരെയായി എന്നുള്ള കാര്യം സങ്കടത്തോടെ ഷെബീർ പറയുന്നു. അതെല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുകയാണ് ഐശ്വര്യയും. എന്നാൽ ഇതൊന്നും കേൾക്കുന്ന ബിൻഡോയ്ക്കാണെങ്കിൽ അതത്ര പിടിക്കുന്നതുമില്ല. ഉടനെ തന്നെ എല്ലാവരെയും കൂട്ടി ബിൻഡോയാണെങ്കിൽ ഫാക്ടറിക്കുള്ളിലേക്കും പോകുന്നു. അവിടെ കെട്ടിയിട്ട അവസ്ഥയിലായിരുന്നു ഷിൻഡോയെ കെട്ടഴിച്ചു വിടുകയാണ്. ബിൻഡോയാണെങ്കിൽ ഷിൻഡോയെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദേ അവന്മാരൊക്കെ വരുന്നതിന് മുൻപ് എത്രയും വേഗം ബോർഡർ കടക്കണമെന്നും ബാബു പറയുന്നു. അപ്പോൾ ഷിൻഡോ പറയുന്നത്, എനിക്ക് എന്തായാലും ഇപ്പോൾ വരാൻ പറ്റത്തില്ല, എനിക്ക് ഐശ്വര്യയെ കാണണമെന്നും പറയും. അത് കേട്ട് ബിൻഡോ പറയുന്നത്, ചേട്ടന് ചേച്ചിയെ അത്ര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ബാ നമുക്ക് അവിടേക്ക് പോകാം, എന്നിട്ട് ചേച്ചിയുടെ കല്യാണം മുടക്കിയിട്ട് ചേച്ചിയും കൂട്ടിക്കൊണ്ട് നാട്ടിലേക്ക് പോകാമെന്നും ബിൻഡോ പറയുന്നു. അത് കേട്ടിട്ട് ഷിൻഡോ പറയുന്നത്, എന്തിന് അവളുടെ കല്യാണം മുടക്കിയിട്ട് എന്തിനാ അവളെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്? അപ്പോൾ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഷിൻഡോ പറയുന്നത്, ഞങ്ങൾക്കിടയിൽ ഒന്നുമില്ല, അവളാണെങ്കിൽ എന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്നും 20 ലക്ഷം രൂപ തട്ടിയെടുത്തു. എന്നാൽ ഞാൻ കരുതിയത് അങ്ങ് അമേരിക്കയിൽ പോയിട്ട് പതുക്കെ എന്റെ കടം തീർക്കാമെന്ന. പക്ഷെ അവൾ എന്നെ പറ്റിക്കുകയായിരുന്നു. അത് മനസ്സിലാക്കിയാണ് ഞാൻ അവളുടെ വിവാഹ ദിവസം അവളുടെ വീട്ടിലെത്തിയിട്ട് അവളോട് കാശ് ചോദിച്ചതും. എന്നാൽ സത്യമൊന്നും അറിയാതെ അവളുടെ സഹോദരനാണെങ്കിൽ വെറുതെ എന്നെ എടുത്തിട്ട് തല്ലി ദേ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടു എന്നുള്ള കാര്യം ഷിൻഡോ പറയുന്നു. അതേ സമയത്തായിരുന്നു ആശിഷ് ബൊപ്പനെയും ടീമും അവിടേക്ക് എത്തിയത്. എങ്ങനെയാണ് ആശിഷ് ഇവരെ കണ്ടെത്തിയതെന്നാൽ ബിൻഡോയുടെ സ്മാർട്ട് വാച്ച് ആശിഷിന് കിട്ടിയിരുന്നു. അതിലെ ഫോട്ടോയിൽ നിന്നും ഷിൻഡോയുടെ സഹോദരനാണ് മിൻഡോ എന്ന് ആശിഷിന് മനസ്സിലായി. അതുകൊണ്ടാണ് അവരിപ്പോൾ ഗോഡൌണിലേക്ക് എത്തിയിരിക്കുന്നതും. അവിടെ വെച്ച് വലിയൊരു ഫൈറ്റ് നടക്കുന്നു. അങ്ങനെ ബാബുവും ഗ്യാങ്ങും ആശിഷ് ബൊപ്പനെയും ടീമിനെയും അടിച്ചിട്ടിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന സമയത്തെല്ലാം ഷിൻഡോ പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ഐശ്വര്യയെ കണ്ടേ പറ്റുമെന്ന്. അപ്പോൾ എല്ലാവരും വഴക്ക് പറയുന്നത് കേട്ട് ഷിൻഡോ പറയുന്നത്, എന്റെ കാശെല്ലാം അവളുടെ കൈവശം കിടക്കുകയാ. എന്നിട്ട് ബാബുവിനോട് പറയുന്നുണ്ട്, എന്തായാലും അവളുടെ അടുത്തേക്ക് വന്നാൽ മാത്രമേ നിങ്ങളുടെ കാശ് എനിക്ക് തരാനായിട്ട് പറ്റത്തുള്ളൂ. എന്റെ 20 ലക്ഷം രൂപയാ അവളുടെ കയ്യിലിരിക്കുന്നതെന്ന് പറയുന്നു. അത് കേട്ട് എങ്ങനെയെങ്കിലും കല്യാണത്തിന് പോകുവാനായിട്ടും എല്ലാവരും തീരുമാനിക്കുന്നു. അങ്ങനെ റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഐശ്വര്യയുടെ അടുത്തെത്തിയിട്ട് തന്റെ കാശ് ഷിൻഡോ ചോദിക്കും. അപ്പോൾ ഐശ്വര്യ പറയുന്നത്, ഒരു കാര്യം ചെയ്, നിനക്ക് ഇവിടെ നിന്ന് കാശ് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നീ കൊണ്ടുപോ, ഇതേ കേരളമല്ല ബാംഗ്ലൂരാണെന്ന് പറയും. അത് കേട്ട് ഷിൻഡോയ്ക്ക് വല്ലാതെ ദേഷ്യം വരും. അങ്ങനെ ഷിൻഡോ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്.
പക്ഷേ പോകുന്ന സമയത്ത് ഷിൻഡോ ഒരു കാര്യം അടിച്ചു മാറ്റിയിരുന്നു. ഐശ്വര്യ ബൊപ്പനയുടെ വില കൂടിയ നെക്ലസും അടിച്ചു മാറ്റിക്കൊണ്ടാണ് ഷിൻഡോ അവിടെ നിന്ന് പോകുന്നതും. അടിച്ചു മാറ്റിയ മാല ഷിൻഡോ ബാബുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എത്ര കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല, എടുത്തു എന്ന് പറയുന്നു. ആ മാല വാങ്ങിയ ബാബു ആണെങ്കിൽ ഇത് ഒറിജിനൽ ആയാൽ മതി, നിന്റെ അല്ലേ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മാലയും വാങ്ങി കഴുത്തിലിടുകയാണ്. എന്നിട്ടവർ നാട്ടിലേക്ക് യാത്രയായി. എന്നാൽ ഒരു ഘട്ടത്തിലാണെങ്കിൽ അവരുടെ കാറിന് മുന്നിലായിട്ട് കുറേ ബൈക്കുകൾ വന്ന് നിൽക്കുന്നു. അത് കാണുന്ന ബിൻഡോ പറയുന്നുണ്ട്, ഇതെനിക്കുള്ള പണിയാണെന്ന് പറഞ്ഞ് കാറിന്റെ ഡോറ് തുറന്ന് മുന്നിലേക്ക് വന്ന് നിൽക്കും. എന്നാൽ അവന് പിന്നിലായിട്ട് ആ കാറിലുള്ള ബാക്കിയുള്ളവരും ഉണ്ടായിരുന്നു. എന്നിട്ട് ബിൻഡോ പറയുന്നത്, നിങ്ങൾ എത്ര പേര് വന്നാലും ഒരു കുഴപ്പവുമില്ല, എല്ലാവരെയും ഞങ്ങൾ നേരിടും, ഡോൺലി എന്ന് വിളിക്കും. സത്യത്തിൽ ഡോൺലി എന്ന് വിളിച്ചത് ബാബുവിനായിരുന്നു. നോക്കിയപ്പോൾ ബാബു ആണെങ്കിൽ എനിക്കിനി തേനീച്ചയുടെ കുത്തൊന്നും കിട്ടാൻ വയ്യേ എന്ന് പറഞ്ഞിട്ട് നേരെ കാറിലേക്കും കയറും. അത് കാണുന്ന ബിൻഡോയും കൂട്ടരും ഒന്ന് പേടിച്ചു. എല്ലാവരും തിരിഞ്ഞോടുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.